സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചിക്കൻ കറിയാണ്. ചിക്കൻ കറി വെക്കുമ്പോൾ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സമയം പോകുന്നത് സവാള വഴറ്റിയെടുക്കാനാണ്. സവാള വഴറ്റി സമയം കളയാതെ നല്ല ടേസ്റ്റോടും കുറിയ ചാറോടും കൂടിയുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും. സ്കിപ്പ് ചെയ്യാതെ കാണണേ. 1 കിലോ ചിക്കൻ കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും 3/4 ടീസ്പൂൺ ഉപ്പും 1/4 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൈകൊണ്ട് നല്ലവണ്ണം മിക്സാക്കി ചിക്കനിൽ തേച്ച് പിടിപ്പിക്കണം. ഇനി ഇത് 30 മിനിറ്റ് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 30 മിനിറ്റിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങൾ 2 ബാച്ചായിട്ടാണ് വറുത്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വശം മൂത്ത് വന്നിട്ടുണ്ട്. ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ ഫ്രൈക്ക് മൂപ്പിച്ചെടുക്കുന്ന പോലെ മൂപ്പിച്ചെടുക്കണ്ട. ഒരു 3/4 ഭാഗം വെന്ത് കിട്ടിയാൽ മതി. ചിക്കൻ കഷ്ണങ്ങൾ ഏകദേശം 2 വശവും മൂത്ത് വന്നിട്ടുണ്ട്. ഇതേ എണ്ണയിൽ നിന്നും കോരിയെടുത്തിട്ട് അടുത്ത ബാച്ച് ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. ചിക്കൻ എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയാണ് നിങ്ങൾക്ക് സവാള വഴറ്റി ബുദ്ധിമുട്ടുന്ന ജോലി ഈസിയാക്കി തരുന്നത്. ഒരു കുക്കർ എടുത്ത് അതിലേക്ക് മീഡിയം സൈസിലുള്ള 3 സവാള നീളത്തിൽ സ്ലൈസ് ആക്കിയത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു പഴുത്ത വലിയ തക്കാളി കഷ്ണങ്ങളാക്കിയതും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് തവി കൊണ്ട് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം. സവോള അടിയിൽ കരിഞ്ഞു പിടിക്കാതിരിക്കാനായിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ മിക്സാക്കി കൊടുത്ത ശേഷം കുക്കർ സ്റ്റൗവിൽ വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ അടിക്കുന്നിടം വരെ വേവിച്ചെടുക്കാം. എയറെല്ലാം ഒന്ന് സെറ്റിലായ ശേഷം കുക്കർ തുറന്ന് സവാളയുടെ ഗ്രേവി ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുത്ത ശേഷം അടപ്പ് കൊണ്ട് അടച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. 1-2 പ്രാവശ്യം അടപ്പ് മാറ്റി ഇളക്കി കൊടുക്കണം. 5 മിനിറ്റിന് ശേഷം അടപ്പ് മാറ്റി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും 1/2 ടീസ്പൂൺ കസ്തൂരി മേത്തി പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് കറിക്ക് ആവശ്യമായ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് 1 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. 1 മിനിറ്റിന് ശേഷം അടപ്പ് മാറ്റി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1/2 കപ്പ് നല്ല കുറുകിയ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കണം. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് ഒന്ന് നല്ലവണ്ണം മിക്സാക്കി എടുക്കണം. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തില്ലെങ്കിലും ഈ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റാണ്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതുകൊണ്ട് തിളപ്പിച്ചെടുക്കണമെന്നില്ല. നല്ലവണ്ണം ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം.
സവാള വഴറ്റി സമയം കളയാതെ വളരെ പെട്ടെന്ന് നമുക്ക് ഈ രീതിയിൽ ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ.